ആകാശ പോരാട്ടങ്ങളുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വിപ്ലവകരമായ മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്ന F-35 യുദ്ധവിമാനങ്ങൾ ലോകത്തിന്റെ നെഞ്ചെടുപ്പ് കൂട്ടിക്കൊണ്ട് വീണ്ടും ചർച്ചകളിൽ നിറയുകയാണ്. മുൻകാലങ്ങളിൽ രണ്ടുപേരുടെ സഹായത്തോടെ മാത്രം പ്രവർത്തിച്ചിരുന്ന സങ്കീർണമായ ദൗത്യങ്ങൾ ഇനി ഒറ്റയ്ക്കൊരു പൈലറ്റിന്റെ നിയന്ത്രണത്തിൽ എങ്ങനെ വിജയകരമായി പ്രവർത്തിക്കാൻ സാധിക്കുമെന്നത് വലിയ കൗതുകമാണ്. നൂതന സെൻസർ ഫ്യൂഷൻ സാങ്കേതികവിദ്യയും 6 ഇൻഫ്രാറെഡ് ക്യാമറകളും വിപ്ലവകരമായ ഹൈടെക് ഹെൽമറ്റും ഒത്തിണങ്ങുമ്പോൾ അവിടെ മറ്റൊരു സഹ പൈലറ്റിന്റെ ആവശ്യമേ വരുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. പഴയകാല യുദ്ധവിമാനങ്ങളിൽ റഡാറുകളും മാരകമായ ആയുധങ്ങളും ഒരേ സമയം കൈകാര്യം ചെയ്യാൻ 2 ക്രൂ അംഗങ്ങൾ അത്യാവശ്യമായിരുന്നു. എന്നാൽ F-35 അഡ്വാൻസ് ഏവിയോണിക് സംവിധാനം പൈലറ്റിന്റെ മാനസിക ജോലിഭാരം അവിശ്വസനീയമായാണ് ലഘൂകരിക്കുന്നത്. വിമാനത്തിന് ചുറ്റും ഘടിപ്പിച്ചിരിക്കുന്ന 6 ഇൻഫ്രാറെഡ് DAS ക്യാമറകൾ തത്സമയ ദൃശ്യങ്ങൾ ശേഖരിച്ച് പൈലറ്റിന്റെ ഹെൽമെറ്റ് വിസറിലേക്ക് നേരിട്ട് എത്തിക്കും. ഒന്നിലധികം ചെറിയ സ്ക്രീനുകളിൽ നോക്കി സമയം കളയേണ്ടി വരാതെ യുദ്ധമേഖലയുടെ തടസ്സമില്ലാത്ത 360 ഡിഗ്രി ഗോളാകൃതിയിലുള്ള കാഴ്ച ഇത് പൈലറ്റിന് നൽകുന്നു. ഇത് ശത്രുക്കളെ സ്വമേധയാ സ്കാൻ ചെയ്ത് കണ്ടെത്തേണ്ട വലിയ ഭാരം പൈലറ്റിൽ നിന്ന് ഒഴിവാക്കുന്നു. ശക്തമായൊരു ഫ്ലൈയിങ് ഡാറ്റ പ്രോസസറായി പ്രവർത്തിക്കുന്ന ഈ വിമാനം APG-81 റഡാറിൽ നിന്നും മറ്റ് ടാർഗറ്റിംഗ് സിസ്റ്റങ്ങളിൽ നിന്നുമുള്ള വിവരങ്ങൾ നിമിഷ നേരം കൊണ്ട് സംയോജിപ്പിച്ച് അജ്ഞാത കോണ്ടാക്റ്റുകൾ തിരിച്ചറിയുന്നു. മെഷീൻ നിയന്ത്രിത സെൻസർ ഫ്യൂഷൻ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ സഹ പൈലറ്റിന്റെ ഒപ്പമില്ലാതെ തന്നെ അതിവേഗത്തിലും കൃത്യമായും നിർണായക യുദ്ധ തീരുമാനങ്ങൾ എടുക്കാൻ ഈ സംവിധാനം പൈലറ്റിനെ പ്രാപ്തമാക്കുന്നു. കൂടാതെ വിമാനത്തെ സിംഗിൾ സീറ്റായി നിലനിർത്തുന്നത് അതിന്റെ സ്റ്റെൽത്ത് ശത്രുക്കളുടെ റഡാറുകളിൽ പെടാതെ കഴിവുകൾ കാത്തുസൂക്ഷിക്കാൻ ഏറെ സഹായിക്കുന്നുണ്ട്. രണ്ടാമതൊരു സീറ്റ് കൂടി വെച്ചാൽ അത് റഡാർ ക്രോസ് സെക്ഷൻ വർദ്ധിപ്പിക്കുകയും ശത്രുക്കൾക്ക് വിമാനത്തെ എളുപ്പത്തിൽ കണ്ടെത്താൻ വഴിയൊരുക്കുകയും ചെയ്യും. കുറഞ്ഞ ചെലവിൽ കൂടുതൽ മികച്ച പ്രവർത്തനക്ഷമത ഉറപ്പാക്കുന്ന ഈ സിംഗിൾ സീറ്റ് ഡിസൈൻ യുദ്ധതന്ത്രങ്ങളിൽ പുതിയൊരു യുഗത്തിനാണ് തുടക്കമിട്ടിരിക്കുന്നത്. സാങ്കേതിക വിദ്യയുടെ അവസാന വാക്കായി മാറിക്കഴിഞ്ഞ F-35 യുദ്ധവിമാനങ്ങൾ ആകാശ പോരാട്ടങ്ങളുടെ മുഖച്ഛായ തന്നെ മാറ്റിക്കഴിഞ്ഞു എന്നാണ് തർക്കമില്ലാത്ത കാര്യമാണ്. അതേസമയം അമേരിക്കയിലെ സാൻ ഡിയോഗോയിലുള്ള മരിമാർ മറൈൻ കോർപ്സ് സ്റ്റേഷന് സമീപം F-35 യുദ്ധവിമാനം ഓഗസ്റ്റിൽ തകർന്നു വീണിരുന്നു. അപകടത്തിന് തൊട്ടു മുമ്പ് പൈലറ്റ് സുരക്ഷിതമായി പുറത്തു ചാടിയതിനാൽ വൻ ദുരന്തം ഒഴിവായി. വിമാനം തകർന്നു വീണതിനെ തുടർന്ന് പ്രദേശത്ത് വൻ തീപിടുത്തമുണ്ടായതായാണ് US സൈനിക വൃത്തങ്ങൾ അറിയിച്ചത്. പ്രാദേശിക സമയം രാവിലെ 10 മണിയോടെയായിരുന്നു സംഭവം. 3rd മറൈൻ എയർക്രാഫ്റ്റ് വിംഗ്, മറൈൻ എയർക്രാഫ്റ്റ് ഗ്രൂപ്പ് 11 എന്നിവയുടെ ഭാഗമായി F-35B യുദ്ധവിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. വിമാനത്തിന്റെ റൺവേക്ക് സമീപമാണ് വിമാനം തകർന്നു വീണതെന്ന് ഫോക്സ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. അപകടത്തിൽ പൈലറ്റിന് നിസാര പരിക്കേറ്റിട്ടുണ്ടെന്നും അദ്ദേഹത്തെ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റിയതായും അപ്പോൾ തന്നെ അധികൃതർ അറിയിക്കുകയായിരുന്നു. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.